सरकार ने കേരളം അതിന്റെ ചരിത്രപരമായ കടമ നിർവഹിച്ചു. ആ തീരുമാനം കേരളം എടുത്തില്ലായിരുന്നു എങ്കിൽ നമ്മളുടെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട അസാധ്യമെന്ന് കരുതിയ പദ്ധതികൾ ഇന്നും അസാധ്യമായിട്ട് തന്നെ തുടരുമായിരുന്നു. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം വഴിവിട്ട് ചെയ്തപ്പോഴും നമ്മളുടെ സംസ്ഥാനം വികസന പ്രവർത്തനങ്ങൾക്ക്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള വഴികൾ കണ്ടെത്തി. അതിലൊന്നായിരുന്നു കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം. കിഫ്ബി മുഖേന ആയിരക്കണക്കിന് കോടി രൂപ സർക്കാർ സ്വരൂപിച്ചു. ആ സ്വരൂപിച്ച സംഖ്യക്ക് മാന്യമായിട്ടുള്ള പലിശ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. ആ പണം മുഴുവൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധങ്ങളായ ബിസിനസ്, വ്യവസായ, വികസന പദ്ധതികൾക്ക് വിനിയോഗിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാതയുടെ വികസനം തന്നെയാണ്. 10 കൊല്ലം മുമ്പ് ദേശീയപാത എന്ന് കേട്ടാൽ നമ്മൾ ആരെങ്കിലും അത് വരും എന്ന് സ്വപ്നത്തിലെങ്കിലും കരുതിയിരുന്നോ? 2011 മുതൽ 16 വരെ UDF ആണ് കേരളത്തിൽ ഭരിച്ചത്. UDF ഭരണകാലത്ത് ദേശീയപാത കേരളത്തിൽ സ്ഥലമേറ്റെടുത്ത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസ് തിരുവനന്തപുരത്തേത് അടച്ചുപൂട്ടി. ഉദ്യോഗസ്ഥന്മാർ ഡൽഹിയിലേക്ക് തിരിച്ചുപോയി. 5000-ഓളം ഏക്കർ സ്ഥലം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റെടുക്കേണ്ടതിലേക്ക് 1 സെന്റ് സ്ഥലം പോലും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഏറ്റെടുത്തില്ല. വിവിധ സ്ഥലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതൊക്കെ അരങ്ങേറി. അത് കണ്ട് ഭയപ്പെട്ട് അവർ പിന്മാറി. നമ്മളെല്ലാവരും കരുതിയത് 6 വരിപ്പാത കേരളത്തിന് അപ്രാപ്യമായ ഒന്നാണ് എന്നാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മാറി. പ്രക്ഷോഭകാരികളെയും പ്രതിഷേധക്കാരെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലായത്, സമരം നടത്തുന്നവരിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ നാഷണൽ ഹൈവേക്ക് സ്ഥലം വിട്ടുകൊടുക്കേണ്ടവരല്ല എന്നുള്ളതാണ്. ചില വർഗീയ സംഘടനകൾ, നാട്ടിൽ ഒരു കാര്യവും നടക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർ, ജമാഅത്തെ ഇസ്ലാമി, RSS, അവരെ രഹസ്യമായും പരസ്യമായും പിന്തുണച്ചുകൊണ്ട് UDF, ഇവരെല്ലാമാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെന്ന് കണ്ടെത്തി. അതേ തുടർന്ന് പിണറായി വിജയൻ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു. എന്നിട്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരോടുമായിട്ട് പറഞ്ഞു, ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലമേറ്റെടുക്കുന്ന ഓരോ വ്യക്തിയുടെ വീട്ടിലും നിങ്ങൾ ചെല്ലണം.
അവരെ നേരിട്ട് കാണണം. എന്നിട്ട് അവരോട് പറയണം, പൊന്നും വില നിങ്ങൾക്ക് സർക്കാർ നൽകും. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഭൂമിക്ക് ഇത്രയായിരിക്കും വില, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന വീടിന് ഇത്രയായിരിക്കും സർക്കാർ വില നൽകുക, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ബിൽഡിങ്ങുകൾക്ക്, കെട്ടിടങ്ങൾക്ക് ഇത്രയായിരിക്കും ഗവൺമെന്റ് നൽകുക. നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിൽ ഉണ്ടാക്കിയ മരങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക്, എന്തിനധികം ഒരു വേപ്പിന്റെ തൈക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകും. ഒന്നും നിങ്ങൾക്ക് വൃഥാവിലാവില്ല. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിശ്ചയിക്കുന്ന പണം ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്ഥലം ഒഴിഞ്ഞു തന്നാൽ മതി. വീടൊഴിഞ്ഞു പോകേണ്ടവർക്ക് 1 കൊല്ലത്തെ വീട്ടുവാടകയടക്കം ഗവൺമെന്റ് നൽകും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഈ വിവരം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ദേശീയപാതക്ക് ഭൂമി നഷ്ടപ്പെടുന്ന, കെട്ടിടം നഷ്ടപ്പെടുന്ന, വീട് നഷ്ടപ്പെടുന്ന ആളുകളോട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചു. എല്ലാവർക്കും ഹാപ്പിയായി. നിശ്ചയിച്ച പ്രകാരം, നിർണിത പ്രകാരം ഓരോരുത്തരുടെയും അക്കൗണ്ടുകളിലേക്ക് പണം വന്നു തുടങ്ങി. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ പണം. അങ്ങനെ എല്ലാവരും സർക്കാരിലേക്ക് ഭൂമി വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായി. ആ സമയത്താണ് കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഭൂമിക്ക് വില കൂടുതലാണ്, കെട്ടിടങ്ങളുടെ വില കൂടുതലാണ്, വീടൊഴിഞ്ഞു പോകേണ്ടവരുടെ വീട്ടുവിലയായി നിശ്ചയിച്ചിരിക്കുന്നത് കൂടുതലാണ്. ഇന്ത്യയിൽ ഒരിടത്തും നാഷണൽ ഹൈവേ ഇത്ര പണം കൊടുത്ത് ഭൂമിയോ കെട്ടിടങ്ങളോ ഏറ്റെടുത്തിട്ടില്ല നാഷണൽ ഹൈവേക്ക് വേണ്ടി. അതുകൊണ്ട് മൊത്തം ഭൂവിലയുടെ, കെട്ടിട വിലയുടെ, നഷ്ടപരിഹാര തുകയുടെ 25% സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം. എത്രയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്ന് ഗവൺമെന്റ് ചോദിച്ചു, നമ്മളുടെ ഗവൺമെന്റ്. അപ്പോഴാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് 6000 ചില്ലുവാനം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ 25%ലേക്ക് തരേണ്ടതായിട്ടുള്ളത്. ആ പൈസ ഗവൺമെന്റ് കെട്ടിവെച്ചാൽ മാത്രമേ ദേശീയപാത വികസനം കേരളത്തിൽ നടക്കൂ. കേന്ദ്രം വിചാരിച്ചത് ഈ ഒരു ഡിമാൻഡ്, ഈ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെച്ചാൽ കേരള സർക്കാർ അതിൽ നിന്ന് ഭയപ്പെട്ട് പിന്മാറും എന്നാണ്. സഖാവ് പിണറായി വിജയൻ അപ്പോൾ തന്നെ ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. 6000 ചില്ലുവാനം കോടി രൂപയെങ്കിൽ 6000 ചില്ലുവാനം കോടി രൂപ ഞങ്ങൾ തരും. ഞങ്ങളുടെ നാട്ടുകാർക്ക് ഒരു കാരണവശാലും ഭൂമിക്കോ അവരുടെ കെട്ടിടങ്ങൾക്കോ വില കുറക്കാൻ പാടില്ല. അങ്ങനെ 6000 ചില്ലുവാനം കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിന് കെട്ടിവെച്ചതിന്റെ ശേഷമാണ് മൊത്തം നഷ്ടപരിഹാര തുകയായി കൊടുക്കേണ്ട 22,000-ലധികം കോടി രൂപ നാഷണൽ ഹൈവേ അതോറിറ്റി അനുവദിക്കുന്നത്. അങ്ങനെയാണ് ദേശീയപാതക്ക് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4,500-ഓളം ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഒരു മനുഷ്യന്റെ കണ്ണുനീര് വീണ് കുതിരാത്ത മണ്ണിലൂടെയാണ് കേരളത്തിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഇത്ര സുതാര്യമായി, ഇത്ര വില കൂടുതൽ സ്ഥലമേറ്റെടുത്ത് ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകിയത് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഓരോരുത്തരും അത്യാഹ്ലാദപൂർവം സർക്കാരിൽ നിന്ന് പണം സ്വീകരിച്ച് അവരവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ നിക്ഷേപിച്ചു. നമ്മൾ കണ്ടല്ലോ. ഈ യോഗം കേൾക്കുന്ന ആരെങ്കിലും നെഞ്ചത്തെ കൈവച്ചുകൊണ്ട് പറയണം,
പിണറായി വിജയൻ എന്ന് പറയുന്ന ചങ്കുറപ്പിന്റെ മനുഷ്യരൂപമായിട്ടുള്ള വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരുന്നില്ലായിരുന്നു എങ്കിൽ ഈ ദേശീയപാത യാഥാർത്ഥ്യമാകുമായിരുന്നോ? ഈ 6 വരിപ്പാത ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ കാത്തിരുന്നാലും ഇവിടെ നടക്കുമായിരുന്നില്ല. കാരണം അത്ര ദുഷ്കരമാണ് കേരളത്തിൽ 1 ഇഞ്ച് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. അത്രമാത്രം പ്രയാസപൂർണമാണ് ജനങ്ങൾ അധിവസിക്കുന്ന അവരുടെ ആവാസ മേഖലയിലൂടെ ഒരു വലിയ പാത കടന്നു പോകുമ്പോൾ ഭൂമി കണ്ടെത്തുക എന്ന് പറയുന്നത്. റോഡ് ഉണ്ടാക്കണമെങ്കിൽ സ്ഥലം വേണം. ആകാശത്തുകൂടെ അല്ലല്ലോ മോദി റോഡ് വെട്ടിയിരിക്കുന്നത്, ഭൂമിയിലൂടെയല്ലേ. 4000 ഏക്കർ സ്ഥലം പിണറായിയും പിണറായിയുടെ ഉദ്യോഗസ്ഥന്മാരും ഇടതുപക്ഷ മുന്നണിയുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും പോലീസും അണിനിരന്ന് എത്രയോ ദിവസങ്ങൾ, ആഴ്ചകൾ കഠിനാധ്വാനം ചെയ്ത് ഏറ്റെടുത്ത റോഡാണ്, ഏറ്റെടുത്ത സ്ഥലമാണ് ഹൈവേ അതോറിറ്റിക്ക് കൈമാറിയത്. ആ റോട്ടിലാണ്, ആ സ്ഥലത്താണ് ദേശീയപാത ഇന്ന് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയപാതയുടെ വികസനം ഒന്ന് മാത്രം മതി. മലയാളികൾ 2ാം തവണ ഇടതുപക്ഷ സർക്കാരിന് ഭരിക്കാനുള്ള അവകാശം നൽകിയത് ന്യായീകരിക്കപ്പെടാൻ. ഈ 2ാം തവണ സർക്കാർ അധികാരത്തിൽ വന്നില്ലായിരുന്നു എങ്കിൽ ഇത്ര സുഗമമായിട്ട് ഈ റോഡിന്റെ പണി നടക്കുമായിരുന്നോ? ദേശീയപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ കഴിയുമായിരുന്നോ കോൺഗ്രസിന്റെ സർക്കാരിന്, ലീഗിന്റെ ഗവൺമെന്റിന്? ഇത്രയധികം ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുമ്പോ എത്ര മധ്യവർത്തികൾ, ഇടയാളന്മാർ, ഇടനിലക്കാർ കോൺഗ്രസും ലീഗും ഭരിക്കുകയായിരുന്നെങ്കിൽ ഈ സ്ഥലം കൊടുക്കുന്ന ആളുകളെ സമീപിക്കും. എന്നിട്ട് അവരോട് പറയും, നിങ്ങളുടെ സ്ഥലത്തിന് 50,000 രൂപയെ കണ്ടിട്ടുള്ളൂ, അത് ഞാൻ ഉമ്മൻചാണ്ടിനെ കണ്ടിട്ട് 1 ലക്ഷം ആക്കി തരാം, 25 ഇങ്ങോട്ട് വേണം. അപ്പൊ ലീഗേരം എന്ന് പറയും, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കണ്ടിട്ട് ഞാനത് 1.5 ലക്ഷം ആക്കി തരാം, 50 ഞമ്മക്ക് തന്നാ മതി. എടോ 22,000-ത്തിലധികം കോടി രൂപ സ്ഥലവിലയായി, സ്വത്തിന്റെ വിലയായി കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് കിട്ടിയിട്ട് ഏതെങ്കിലും ഒരാൾക്കൊരു കാലി ചായ ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു കാലി ചായ, ഒരു കട്ടൻ ചായ. എത്ര സുതാര്യമായിട്ടാണ് അത് നടന്നത്? ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കല്ലേ പണം വന്നത്? ആരെങ്കിലും അറിഞ്ഞോ? സാധാരണ കോഴി അടയിരുന്നാല്, കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ ആകെ കൊക്കിപ്പാറി നാട്ടുകാരെ മുഴുവൻ അറിയിക്കും. എന്നാൽ ആന പ്രസവിച്ചാല് ഒന്നും നടന്നിട്ടില്ല എന്നുള്ള മട്ടില് അതങ്ങനെ തുമ്പിക്കൈയും വീശി നിൽക്കും. UDFന്റെ കാലത്താണ് ഇതൊക്കെ നടക്കുന്നതെങ്കിൽ കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ച പോലെ ആയിരിക്കും. ആകെ കൊക്കോ എന്ന് പറഞ്ഞങ്ങാണ്ട് നാട് മുഴുവൻ അതങ്ങട്ട് പറഞ്ഞ് പരത്തി ആളുകളെ മുഴുവൻ കുശിയാക്കി, അവിടുന്ന് അത് പൊട്ടിച്ച്, ഇവിടുന്ന് ഇത് പൊട്ടിച്ച്, ഉറിയിലിരിക്കുന്ന സാധനം പൊട്ടിച്ച് ആകെ കണകുണാക്കും. ഇത് ആന പ്രസവിച്ചതുപോലെ ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ നിന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള മട്ടില് തുമ്പിക്കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നിൽക്കുക.